തൃശ്ശൂർ ജില്ല പൊതുവെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 2 ടേമായിട്ട് LDFന് അനുകൂലമായിട്ട് വിധി എഴുതിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെ ഒരു വിധിയെഴുത്ത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് LDFൻ്റെ വളരെ ചിട്ടയായിട്ടുള്ള വർക്ക് തൃശ്ശൂർ നടന്നിട്ടുണ്ട്. ഒപ്പം UDFൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണലി കോൺഗ്രസ് ശിഥിലമായ യഥാർത്ഥത്തിലൊരു DCC പോലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത ഒരു ജില്ലയാണ് തൃശ്ശൂർ. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പ്രോബ്ലി ലോക്സഭയിലുള്ള ഷോക്കിന് ശേഷം കോൺഗ്രസ് അത് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ അവർ തിരിച്ചു പിടിച്ചു. പിന്നെ എന്നാലും മുമ്പത്തേനെ അപേക്ഷിച്ച് ചെറിയ രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റൊക്കെ ലോക്കൽ ബോഡി ഇലക്ഷനിലുണ്ടായ ഒരു ജില്ലയാണ് തൃശ്ശൂർ. അപ്പം അതുപോലത്തെ ഒരു റിസൾട്ട് തന്നെ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്താൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് തൃശ്ശൂരിനെ സ്പെസിഫിക്കലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ രാജമ്പല്ലൻ പിന്നെ UDF കാൻഡിഡേറ്റ് ജയിച്ചു വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പത്മജ അത്ര ഇമ്പ്രസീവ് ആയിരിക്കില്ല തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇപ്പം പല പ്രീപോളിലൊക്കെ പത്മജ പെർഫോം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ വിചാരിക്കുന്നില്ല അവിടെ അങ്ങനെ ഒരു ഭയങ്കര ക്ലോസ് ഫൈറ്റ് നടക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല.